ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പേവിഷബാധയേറ്റ് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് ആ രോഗം സോംബി വൈറസായി മാറുകയും അത് മനുഷ്യരിലേക്ക് പടരുകയുമാണ്. കടിയേറ്റു കഴിഞ്ഞാൽ 90 സെക്കൻഡാണ് ഒരു മനുഷ്യൻ സോംബിയായി മാറാനായി എടുത്തിരുന്ന സമയം. 7 ബില്യണിലധികം മനുഷ്യർ കൊല്ലപ്പെടുകയോ രോഗബാധിതരാവുകയോ ചെയ്തു. സോംബിയായി മാറുന്നതോടെ ഒരു മനുഷ്യൻ അതിക്രൂരനായ മൃഗമായി മാറുന്നുവെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. സോംബികളാൽ ലോകം ഒരു തരിശു ഭൂമിയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ സൈന്യം ഒരു ഭൂഗർഭ താവളം പണിയുകയും രോഗമേൽക്കാത്തവരെ അവിടെ പാർപ്പിച്ചിരിക്കുകയുമാണ്. അതിജീവിച്ചവരെ കണ്ടെത്തി സൈന്യം ഈ ഒരു കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പതിവ്. മാത്രവുമല്ല, സോംബി വൈറസിനെതിരായ മറുമരുന്ന് കണ്ടുപിടിക്കാനായി അവരവിടെ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. പ്രതിരോധ മരുന്ന് കണ്ടെത്താനായി അവർ പേഷ്യൻ്റ് 0 എന്ന സോംബിക്കായുള്ള അന്വേഷണത്തിലാണ്. അതാരാണെന്ന് സോംബികൾക്കറിയാം. അതിനാൽ തന്നെ അവർ പിടികൂടി കൊണ്ടുവരുന്ന സോംബികളെ ചോദ്യം ചെയ്യുന്നത് പതിവായിരുന്നു. ചോദ്യം ചെയ്തിരുന്നത് മോർഗനാണ്. സാധാരണക്കാരനായിരുന്ന അവനെ കടിയേറ്റിരുന്നെങ്കിലും സോംബി വൈറസ് ബാധിച്ചിരുന്നില്ല. മോർഗൻ്റെ രക്തത്തിന് സോംബി വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി അവർക്ക് അവൻ്റെ രക്തം ഉപയോഗിച്ച് വാക്സിൻ ഉണ്ടാക്കാനായി സാധിച്ചിരുന്നില്ല. കടിയേറ്റതിനു ശേഷം മോർഗന് സോംബികളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് ലഭിച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രതിരോധ മരുന്നുണ്ടാക്കാനായി സഹായിക്കാൻ ഡോക്ടർ ജിനയുടെ ടീമിൽ മോർഗനെയും ചേർത്തിരുന്നു. ചോദ്യം ചെയ്യുന്ന സോംബികളെ അവർ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പാട്ടുകൾ കേൾപ്പിച്ചിരുന്നു. അതോടെ സോംബികൾ വേദനയാൽ പുളയും. ആ സോംബിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ആദ്യഘട്ടത്തിൽ സോംബിയായി മാറിയയാളാണ് അയാളെന്ന് മോർഗന് മനസ്സിലായി. എന്നാൽ ഈ ഒരു സമയത്ത് സൈനിക കേണലായ നോക്സ് മൈക്രോഫോണിലൂടെ ചോദ്യം ചെയ്യൽ തടസ്സപ്പെടുത്തുകയാണ്. അതോടുകൂടി മോർഗൻ ചോദ്യം ചെയ്തിരുന്ന സോംബി ക്ഷുഭിതനായി മാറി. അതോടെ ദേഷ്യത്തോടെ നോക്സ് ആ സോംബിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ട് മോർഗനും ജിനയും നോക്സിനോട് ദേഷ്യപ്പെട്ടു. കാരണം ആ ഒരു സോംബിക്ക് അവരുടെ പരീക്ഷണങ്ങൾക്ക് സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാനായി സാധിക്കുമായിരുന്നു. തർക്കത്തിലേർപ്പെട്ട ഇരുവരെയും ജിന പിടിച്ചു മാറ്റുകയും അവൾ നോക്സിനെ താക്കീത് നൽകുകയും ചെയ്തു. പിന്നീട് രോക്ഷാകുലനായി നിന്നിരുന്ന മോർഗനെ ജിന ശാന്തനാക്കാനായി ശ്രമിച്ചു. ഈ ഒരു സമയത്ത് മോർഗൻ വിഷമത്തോടെ കടിയേറ്റിരുന്ന തൻ്റെ ഭാര്യയെക്കുറിച്ചും തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടുവെന്നുമെല്ലാം ജിനയോട് പറയുകയാണ്. സംസാരത്തിലൂടെ കൂടുതലെടുത്ത ഇരുവരും ആ ഒരു ബാത്റൂമിൽ വെച്ച് ബന്ധപ്പെട്ടു. മോർഗനുമായുള്ള ജിനയുടെ അടുത്ത ബന്ധം നോക്സിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവനെ കടിയേറ്റിട്ടുണ്ടെന്നും അവനുമായി അടുത്തിടപഴകുന്നത് അത്ര നല്ലതല്ലെന്നും നോക്സ് അവളോട് പറഞ്ഞു. പിന്നീട് മോർഗൻ അവിടെ സെല്ലിലടച്ചു വെച്ചിട്ടുള്ള സോംബിയായ തൻ്റെ ഭാര്യ ജാനറ്റിൻ്റെ പക്കലേക്ക് പോവുകയാണ്. മോർഗൻ എല്ലാ ദിവസവും അവൻ്റെ രക്തത്തിൽ നിന്നും ശേഖരിക്കുന്ന സിറം ഉപയോഗിച്ച് ജാനറ്റിനെ കുത്തിവയ്പ് നടത്തിയിരുന്നു. എന്നിരുന്നാലും അവൾ സുഖപ്പെട്ടിരുന്നില്ല. എന്നാലത് അവളുടെ ശരീരത്തിൽ വൈറസ് പടരുന്നതിൻ്റെ വേഗം കുറച്ചിരുന്നു. മോർഗൻ്റെ വാക്കുകേട്ട് ജാനറ്റ് പിന്നീട് ആ സിറിഞ്ചെടുത്ത് തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു. പിന്നീട് പട്ടാളക്കാർ ചോദ്യം ചെയ്യാനായി ഒരു സോംബിയെ കൊണ്ടുവരികയാണ്. കസാരയിൽ ബന്ധനസ്ഥനാക്കാനുള്ള ശ്രമത്തിനിടെ പൊടുന്നനെ ആ സോംബി സൈനികരെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് സൈനികരെ സഹായിക്കാനായി ശ്രമിക്കുന്നതിനിടെ ജിനയുടെ അസിസ്റ്റൻറ്റിനെ കടിയേറ്റു. ഏവരും ചേർന്ന് സോംബിയെ തളയ്ക്കുകയും കടിയേറ്റ യുവാവിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയുമാണ്. അവൻ സോംബിയായി മാറാതിരിക്കാനായി മോർഗൻ്റെ ശരീരത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിരുന്ന സിറം ജിന അയാളുടെ ശരീരത്തിൽ കുത്തിവെച്ചു. ശേഷം വൈറസ് പടരാതിരിക്കാനായി കടിയേറ്റിരുന്ന അയാളുടെ കൈയെ ജിന മുറിച്ചു മാറ്റുകയാണ്. 90 സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും അയാൾ സോംബിയായി മാറിയിരുന്നില്ല. അതോടെ ഏവർക്കും സന്തോഷമായി. നിർഭാഗ്യവശാൽ അല്പസമയത്തിനകം തന്നെ ജിനയുടെ ആ ഒരു സഹായി സോംബിയായി മാറുകയാണ്. അതോടെ നോക്സ് ആ ഒരു യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ശേഷം ജിനയുടെയും മോർഗൻ്റെയും പരീക്ഷണങ്ങളെ പരിഹസിച്ചുകൊണ്ട് നോക്സ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് പട്ടാളക്കാർ അവിടെ മുഴുവൻ വൃത്തിയാക്കുകയാണ്. ഈ ഒരു സമയത്ത് നോക്സ് മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ സഹപ്രവർത്തകൻ്റെ മരണം ജിനയെ വല്ലാതങ്ങ് തളർത്തിയിരുന്നു. മോർഗൻ അവിടെ ആശ്വസിപ്പിച്ചു. പിന്നീട് അവർ അവിടെ അടക്കം ചെയ്തിരുന്ന ആ യുവാവിൻ്റെ മകൻ്റെ കല്ലറക്കരികിലേക്ക് പോയി
ആ കുട്ടിയുടെ ജന്മദിനം അന്നായിരുന്നു. അവരുടെ മരിച്ചുപോയ സഹപ്രവർത്തകൻ ചെയ്യാറുള്ളതുപോലെ ഒരു കേക്ക് വെച്ചു. അടുത്ത ദിവസം അവർ അവരുടെ സഹപ്രവർത്തകനെ കടിച്ചിരുന്ന ആ ഒരു സോംബിയെ ചോദ്യം ചെയ്യുകയാണ്. അന്ന് വളരെ ക്രൂരമായാണ് മോർഗൻ ആ സോംബിയെ ചോദ്യം ചെയ്തിരുന്നത്. ഒക്ടോബർ മാസത്തിലായിരുന്നു ആ സോംബിക്ക് വൈറസ് ബാധിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആ സോംബി വിസമ്മതിച്ചു. ദേഷ്യത്തോടെ മോർഗൻ ആ സോംബിക്ക് നേരെ തോക്കു ചൂണ്ടിയെങ്കിലും സോംബി ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. നിരാശനായി മോർഗൻ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു. പിന്നീട് മോർഗനും ജിനയും ചേർന്ന് സൈനിക ജനറലിനെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയുമാണ്. ചോദ്യം ചെയ്തിരുന്ന 2 സോംബികൾക്കും വളരെ നേരത്തെ തന്നെ വൈറസ് പിടിപെട്ടിട്ടുള്ളതാണ്. അതിനാൽ തന്നെ പേഷ്യൻ്റ് സീറോയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് ജിന ജനറലിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇക്കാര്യം നോക്സിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പേഷ്യൻ്റ് സീറോയ്ക്കായുള്ള തിരച്ചിൽ കൂടുതൽ സൈനികരുടെ ജീവൻ അപഹരിക്കുമെന്നായിരുന്നു നോക്സിൻ്റെ വാദം. സോംബികൾ പരിണമിച്ച് കൂടുതൽ തന്ത്രശാലികളായി മാറിയെന്നും ഇനിയുള്ള അവരുടെ ആക്രമണം ഏത് വിധത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നും ജിന അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം കേട്ടതോടെ ജനറൽ പേഷ്യൻ്റ് സീറോ എന്ന സോംബിയെ തിരയാൻ ഉത്തരവിട്ടു. പതിവ് പോലെ മോർഗൻ അന്നും ജാനറ്റിനെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. ഈ ഒരു സമയത്ത് ജാനറ്റ് മനുഷ്യരെ പോലെ തന്നെ വികാരത്തോടെയാണ് മോർഗനോട് സംസാരിച്ചിരുന്നത്. നീ പ്രതീക്ഷ കൈവിടരുതെന്നും എല്ലാം ശരിയാകുമെന്നും മോർഗൻ ജാനറ്റിനോട് പറഞ്ഞു. പിന്നീട് ജിന മോർഗൻ്റെ രക്തമെടുത്ത് എലികളിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. പക്ഷേ അതും ഫലവത്തായില്ല. സോംബി എലികൾ പരസ്പരം കടിച്ചുകീറി കൊല്ലപ്പെട്ടു. പക്ഷി മോർഗൻ്റെ രക്തത്തിന് അണുബാധയെയും അക്രമാസക്തിയെയും മന്ദഗതിയിലാക്കാനായി സാധിച്ചിരുന്നു. ഇതുവരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കാത്തതിനാൽ ജാനറ്റിനെ മനുഷ്യനാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ലെന്ന് ജിന മോർഗനോട് പറഞ്ഞു. ഇത് കേട്ട് വിഷമത്തോടെ മോർഗൻ അവളുടെ പക്കൽ നിന്നും പോവുകയാണ്. അന്നാണ് തൻ്റെ വയറ്റിൽ മോർഗൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ള സത്യം ജിന ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. അന്നുറങ്ങാൻ കിടന്ന മോർഗൻ തനിക്ക് കടിയേറ്റിരുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ്. അന്ന് മോർഗനും ജാനറ്റും കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സിഗ്നലിൽ വാഹനം നിർത്തിയ സമയത്ത് 2 സോംബികൾ അവരെ ആക്രമിച്ചു. മോർഗൻ വാഹനം മുന്നോട്ട് പായിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും കൂടുതൽ സോംബികളെത്തി ഇരുവരെയും കടിക്കുകയായിരുന്നു. ആ സംഭവത്തെ ഓർത്ത് ഭീതിയോടെ മോർഗൻ ഞെട്ടിയുണർന്നു. ഇതേ സമയം നോക്സ് തിരച്ചിലിനിടെ കൊല്ലപ്പെട്ടിരുന്ന സൈനികരുടെ മൃതശരീരം ദഹിപ്പിക്കാനായി ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് സൈനികരുടെ വസ്ത്രം ധരിച്ച് മരിച്ച പോലെ കിടന്നിരുന്നൊരു സോംബി അവരെ ആക്രമിക്കുകയാണ്. ആ സോംബി അവിടെയുണ്ടായിരുന്ന സൈനികരെയെല്ലാം ഒന്നൊന്നായി കൊലപ്പെടുത്താൻ ആരംഭിച്ചു. ഉടൻ തന്നെ ലാമ്പിൽ അപായമണി മുഴങ്ങി. അങ്ങനെ മോർഗനും സൈനികരും നോക്സിൻ്റെ പക്കലേക്ക് ഓടുകയാണ്. ഇതിനിടെ സോംബിയായി മാറിയിരുന്ന സഹപ്രവർത്തകൻ നോക്സിനെ ആക്രമിക്കാനായി ശ്രമിച്ചിരുന്നു. നോക്സ് ആ സോംബിയെ വെടിവെച്ചു കൊന്നു. വേഷം മാറിയെത്തിയ സോംബി നോക്സിനെ കടിക്കാനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും മോർഗൻ അവൻ്റെ രക്ഷയ്ക്കെത്തിയിരുന്നു. സൈന്യം ആ സോംബിയെ വെടിവെച്ച് കൊല്ലാനായി ശ്രമിച്ചെങ്കിലും ചോദ്യം ചെയ്യലിനായി അവന് ജീവനോടെ തന്നെ വേണമെന്ന് മോർഗൻ അഭിപ്രായപ്പെട്ടു. പിന്നീട് നോക്സ് ആ സോംബിക്ക് നേരെ തോക്കു ചൂണ്ടി. അങ്ങനെ അവരേവരും ചേർന്ന് ബുദ്ധിമാനായിരുന്ന ആ സോംബിയെ കീഴ്പ്പെടുത്തി. സോംബിയെ ചോദ്യം ചെയ്യുന്നതിനു മുൻപ് പതിവ് പോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മ്യൂസിക് അവർ ഓണാക്കി. പക്ഷേ അതൊന്നും ആ ഒരു സോംബിയിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. പിന്നീട് ആ സോംബി അവിടെ ഇരുന്ന് ഒരു സിഗരറ്റ് വലിക്കുകയാണ്. ആ സോംബിയുടെ കയ്യിലെ ID കണ്ട് അയാളൊരു പ്രൊഫസറായിരുന്നുവെന്ന് മോർഗൻ മനസ്സിലാക്കി. ഓരോ സോംബിയും മനുഷ്യരെ പോലെ തന്നെ വ്യത്യസ്തരാണെന്നും അതിനാലാണ് സംഗീതം കേട്ടിട്ട് തനിക്ക് ഒരു മാറ്റവും വരാതിരുന്നതെന്നും പ്രൊഫസറായിരുന്ന ആ സോംബി മോർഗനോട് പറഞ്ഞു. നീയും എന്നെപ്പോലെ തന്നെ ഒരു സോംബിയാണെന്നും അതിനാലാണ് നിനക്ക് സോംബികളോട് സംസാരിക്കാൻ സാധിക്കുന്നതെന്നും മോർഗനോട് പറയുകയാണ്. പരിണമിച്ച മനുഷ്യരാണ് സോംബികളെന്ന് ഈ സമയത്ത് പ്രൊഫസർ മോർഗനെ അറിയിച്ചു. പിന്നീട് താനെങ്ങനെയാണ് രോഗബാധിതനായതെന്ന് പ്രൊഫസർ മോർഗനുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു ദിവസം പ്രൊഫസർ തൻ്റെ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്തെ അയാൾക്ക് നിരന്തരമായി ഭാര്യയിൽ നിന്നും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. അതോടെ ഫോണെടുത്ത് പ്രൊഫസർ പുറത്തേക്കിറങ്ങി. സോംബികൾ നഗരത്തിലിറങ്ങിയിട്ടുണ്ടെന്ന് ഭാര്യ
പ്രൊഫസറെ അറിയിച്ചു. ഈ ഒരു സമയത്ത് സോംബികൾ പ്രൊഫസറുടെ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയെല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ട് പ്രൊഫസർ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും സോംബികൾ അവനെ പിടികൂടുകയും കടിക്കുകയും ചെയ്തു. പ്രൊഫസർ ഒരു സോംബിയായി രൂപാന്തരം പ്രാപിച്ചെങ്കിലും അയാൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ കോളേജിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് പ്രൊഫസർക്ക് മനുഷ്യ മാംസത്തോടൊരു ആസക്തി വരികയും അവൻ സ്വന്തം ഭാര്യയെ കടിച്ചു കീറി കൊലപ്പെടുത്തുകയുമാണ്. താമസിയാതെ തന്നെ അവൻ സ്വന്തം മകളെയും ക്രൂരമായി കൊലപ്പെടുത്തി. സോംബിയായി മാറിയാൽ പിന്നെ മനുഷ്യത്വം ഉണ്ടാകില്ലെന്ന് പ്രൊഫസർ മോർഗനോട് പറഞ്ഞു. സോംബി വൈറസിനെതിരായ മരുന്ന് കണ്ടുപിടിക്കാനായി പേഷ്യൻ്റ് 0 എന്ന സോംബിയെക്കുറിച്ച് മോർഗൻ പ്രൊഫസറോട് ചോദിച്ചെങ്കിലും അയാൾ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അതോടെ കലിപൂണ്ട് മോർഗൻ പ്രൊഫസറെ അടിച്ചു. പുറത്തിറങ്ങിയ മോർഗൻ വീണ്ടും സൗഹൃദഭാവത്തിൽ പ്രൊഫസറുടെ പക്കലേക്ക് ചെല്ലുകയും അയാളിൽ നിന്നും ഒരു സിഗരറ്റ് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് ജാനറ്റിനെ പറ്റി ചോദിച്ച് പ്രൊഫസർ അവനെ കളിയാക്കുകയാണ്. സോംബിയായ അവൾക്ക് ഇനി ചികിത്സ ആവശ്യമില്ലെന്ന് പ്രൊഫസർ അവനോട് പറഞ്ഞു. പ്രൊഫസർ മനഃപൂർവ്വം തൻ്റെ സമയം കളയുകയാണെന്ന് മോർഗൻ തിരിച്ചറിഞ്ഞു. ഇത് മോർഗനിൽ സംശയമുണ്ടാക്കി. അവൻ പ്രൊഫസറെ സ്കാൻ ചെയ്തെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതോടെ മോർഗൻ അവന് സംശയമുണ്ടായിരുന്ന പീറ്റ് എന്ന സോംബിയുടെ പക്കലേക്ക് ചെന്നു. മോർഗൻ്റെ വരവ് കണ്ട് പീറ്റ് തല ചുമരിലിടിച്ച് ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചെങ്കിലും മോർഗൻ അവനെ സ്കാൻ ചെയ്തു. അങ്ങനെ മോർഗൻ പീറ്റിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു GPS ട്രാക്കർ കണ്ടെത്തുകയാണ്. അതോടെ അതിബുദ്ധിമാന്മാരായ സോംബികൾ ഈ ഒളിത്താവളം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞുവെന്ന് മോർഗൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. മോർഗൻ ഇക്കാര്യം ജനറലിനെ അറിയിച്ചെങ്കിലും അപ്പോഴേക്കും സോംബികൾ അവരുടെ ഒളിത്താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. സോംബികൾ അവിടെ ഉണ്ടായിരുന്ന അഭയാർത്ഥികളെയും കൺട്രോൾ സെല്ലിലെ സൈനികരെയും കൊലപ്പെടുത്തി. ശേഷം സോംബികൾ അവിടെ അവർ തടവിലാക്കിയിരുന്ന മറ്റു സോംബികളെയും തുറന്നുവിടുകയാണ്. എണ്ണമറ്റ സോംബികളെ പ്രതിരോധിക്കാൻ പട്ടാളക്കാർക്ക് സാധിച്ചിരുന്നില്ല. സോംബികൾ ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുരങ്കത്തിലൂടെ മുന്നോട്ട് പാഞ്ഞ സോംബികൾ അവരുടെ ലാബുകളും ആക്രമിച്ചു. അതോടെ നോക്സ് ജിനയെയും കൂട്ടി ലാബിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പുറകെ വന്നിരുന്ന ജനറലിനെ നോക്സ് സോംബികളുടെ ശ്രദ്ധ തിരിക്കാനായി വെടിവെച്ചിട്ടു. ജനറലിനെ സോംബികൾ ഭക്ഷിക്കുന്ന സമയത്ത് നോക്സ് ജിനയെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ചെയ്തത് ശരിയായില്ലെന്ന് ജിന നോക്സിനോട് പറഞ്ഞു. നിലനിൽപ്പിന് വേണ്ടി അതെല്ലാം ചെയ്യാമെന്നായിരുന്നു നോക്സിൻ്റെ മറുപടി. എനിക്ക് ലാബിലേക്ക് മടങ്ങി സാമ്പിളുകൾ ശേഖരിക്കണമെന്നും അതുമാത്രമാണ് നമ്മുടെ ഏക പ്രതീക്ഷയെന്നും അവൾ നോക്സിനോട് പറഞ്ഞു. നോക്സ് അതിന് സമ്മതിച്ചില്ല. അതോട് ജിന നോക്സിൻ്റെ തോക്ക് തട്ടിയെടുത്തു. തോക്കിനായുള്ള പിടിവലിക്കിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയും നോക്സ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനിടെ മോർഗൻ സെല്ലിലേക്ക് ചെന്ന് തൻ്റെ ഭാര്യയായ ജാനറ്റിനെ മോചിപ്പിച്ചിരുന്നു. അതേ നേരം സെല്ലിൽ ഒളിച്ചിരുന്നിരുന്ന സയൻറ്റിസ്റ്റിനെ ഒരു സോംബി ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാനറ്റിനെ രക്ഷിച്ചു വരുന്ന വഴിയിൽ മോർഗൻ ലാബിലേക്ക് വന്നിരുന്ന ജിനയെ കണ്ടുമുട്ടി. മരുന്നുകളുടെ ഡോസ് കഴിഞ്ഞാൽ ജാനറ്റ് സോംബികളുടെ സ്വഭാവം പ്രകടമാക്കുമെന്ന് ജിന അവനോട് പറഞ്ഞെങ്കിലും അവളെ കൈവെടിയാൻ മോർഗൻ ഒരുക്കമായിരുന്നില്ല. ഉടനെ ഒരു സോംബി അങ്ങോട്ടേക്ക് ചാടി വീണെങ്കിലും ജിനയതിനെ വെടിവെച്ചു കൊന്നു. ശേഷം ലാബിലേക്ക് ചെന്ന് ജിന സാമ്പിളുകൾ വീണ്ടെടുത്തു. ഈ സമയത്ത് അവിടെ മരിച്ചു കിടന്നിരുന്നൊരു പട്ടാളക്കാരൻ സോംബിയായി ഉണർന്നെങ്കിലും കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് മോർഗൻ അതിനെ കൊലപ്പെടുത്തി. പിന്നീട് മൂവരും അവിടെ ഉണ്ടായിരുന്ന വെന്റിലേറ്റർ വഴി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ നേരത്ത് പ്രൊഫസർ ശക്തമായി ഗർജിക്കുകയും സോംബികളെല്ലാം അവൻ്റെ പക്കലേക്ക് ഓടിയെത്തുകയും ചെയ്തു. സോംബികൾ മോർഗനും കൂട്ടരും ബന്ദിയാക്കി വെച്ചിരുന്ന പ്രൊഫസറെ മോചിതനാക്കി. ജിനയും കൂട്ടരും മുന്നോട്ടിഴഞ്ഞു നീങ്ങുന്നതിനിടെ നിർഭാഗ്യവശാൽ വെന്റിലേറ്ററിനുള്ളിലെ ഒരു ഗ്രില്ല് താഴേക്ക് വീണു. അങ്ങനെ താഴെ കൂട്ടക്കൊല നടത്തിയിരുന്ന സോംബികൾ മൂവരെയും കാണുകയാണ്. അല്പസമയത്തിനകം തന്നെ സോംബിയായി മാറിയിരുന്നൊരു എലി ജിനയെ കടിച്ചു കയറാനായി പാഞ്ഞെത്തി. എന്നാൽ പൊടുന്നനെ ജാനറ്റ് ആ എലിയെ പിടികൂടുകയും അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവർ ഇഴഞ്ഞു നീങ്ങിയിരുന്ന വെന്റിലേറ്ററിനുള്ളിലൂടെ
സോംബികളും അവർക്കരികിലേക്ക് വരികയാണ്. പുറകിലുണ്ടായിരുന്ന മോർഗൻ സോംബികളെ ചവിട്ടുന്നതിനിടെ ഭാരം മൂലം വെന്റിലേറ്റർ പൊട്ടി. അതോടെ സോംബികൾ താഴേക്ക് പതിച്ചു. ഭാഗ്യവശാൽ താഴേക്കു നിരങ്ങി നീങ്ങിയ മോർഗനെ പിടുത്തം കിട്ടിയിരുന്നു. പിന്നീട് ജിനയെത്തി അവനെ പിടിച്ചു കയറ്റി. മൂവരും രക്ഷപ്പെട്ട് പാർക്കിംഗ് ഏരിയയിലേക്കെത്തി. അവിടെ അവരെ കാത്ത് പ്രൊഫസർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് നിന്നെ കൊലപ്പെടുത്താനാണെന്നും പേഷ്യൻ്റ് സീറോ നീയാണെന്നും പ്രൊഫസർ മോർഗനോട് പറഞ്ഞു. മോർഗൻ്റെ രക്തം ഉപയോഗിച്ച് സോംബി വൈറസിനെതിരായ മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ചെയ്താൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും പ്രൊഫസർക്കറിയാമായിരുന്നു. പ്രൊഫസർ മോർഗനെ കൊലപ്പെടുത്താൻ ഒരുങ്ങി. ഇത് കണ്ട് ജിനയും ജാനറ്റും അവനെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. സംഘട്ടനത്തിനിടെ മോർഗൻ അവിടെയുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പിയിലേക്ക് പ്രൊഫസറെ കുത്തിയിറക്കി. മോർഗനും പരുക്കേറ്റിരുന്നെങ്കിലും അവനത് അതിജീവിക്കാനായി സാധിച്ചിരുന്നു. മരിക്കുന്നതിനു മുൻപ് പ്രൊഫസർ വീണ്ടും ഉച്ചത്തിലലറി. ശബ്ദം കേട്ട് ഒരു കൂട്ടം സോംബികൾ അവരുടെ പക്കലേക്ക് പാഞ്ഞെടുക്കുകയാണ്. അവർ വാതിലിനരികിലേക്കെത്തിയപ്പോൾ സോംബികളുടെ വേഗത കുറയ്ക്കാനായി അവരുമായി പോരാടാൻ ജാനറ്റ് പുറകിൽ നിന്നു. പക്ഷേ മോർഗൻ അതിന് സമ്മതിച്ചില്ല. അതോടെ ജിന ഗർഭിണിയാണെന്നും കുട്ടിക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെടണമെന്നും മോർഗനോട് പറഞ്ഞുകൊണ്ട് ഇരുവരെയും പുറത്താക്കി ജാനറ്റ് വാതിലടച്ചു. ഈ ഒരു സമയത്ത് ജാനറ്റ് കരയുന്നുണ്ടായിരുന്നു. കാരണം ചികിത്സയിലൂടെ അവൾ ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് മോർഗൻ ജിനയെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു എമർജൻസി എക്സിറ്റ് വഴി കാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. ഈ ഒരു നേരത്ത് ഗവേഷണശാലയ്ക്ക് ചുറ്റിലും നിറയെ സോംബികളുണ്ടായിരുന്നു. പിന്നീട് മോർഗൻ ജിനയെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ബൈക്കിൽ രക്ഷപ്പെടുകയാണ്. മോർഗൻ്റെ രക്തം ഉപയോഗിച്ച് സോംബി വൈറസിനെതിരായ മരുന്നുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.